അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ തജ്വീദ്, ലിസാനുൽ ഖുർആൻ എന്നീ വിഷയങ്ങളിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. നൂസിലു ബിൽ മുനാസിബി. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത്, എല്ലാ ദിവസവും നാം ഓതണം. അപ്പോൾ ആ ബ്രാക്കറ്റിലുള്ളതിൽ ഏതാണ് ശരി? ആദ്യം ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഹംസത്തുൽ വസ്ൽ തഖ്നുതു ഖുർആൻ, ഹംസത്തുൽ ഖത്അ യഖ്റഉ. അപ്പോൾ ഒന്നാമത്തത് ഖുർആൻ എന്നുള്ളതാണ്. എല്ലാ ദിവസവും നാം ഓതണം ഖുർആൻ. രണ്ടാമത്തത് കാനത്തിൽ ഉമ്മു ഡാഷ്, അവിടെ എന്താണ് വേണ്ടത്? തഖ്നുതു. അപ്പോൾ തഖ്നുതു എന്നുള്ളത് എടുത്തെഴുതുക. കാരണം അതിനർത്ഥം എന്താണ്? കാനത്തിൽ ഉമ്മു തഖ്നുതു, ഉമ്മ കുനൂത്ത് ഓതുന്നവളായി എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത് വഹ്ഷൗനി എന്നതിലെ ഹംസ, അതേതാണ്? ഹംസത്തുൽ വസുലാണ്. അപ്പോൾ അവിടെ ഹംസത്തുൽ വസുൽ എന്നെടുത്തെഴുതുക. നാലാമത്തത് ഇന്ന അബി, അവിടെ ഏതാണ്? ബ്രാക്കറ്റിലുള്ളതിൽ വെച്ച് ഏതാണ് എഴുതാനുള്ളത്? യഖ്റഉ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ യഖ്റഉ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായും എൻ്റെ പിതാവ് വായിക്കും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത് ഇയ്യാക നഅ്ബുദു എന്നതിലെ ഹംസ, അതേത് ഹംസയാണ്? ഹംസത്തുൽ ഖത്അ ആണ്. അപ്പോൾ അവിടെ ഹംസത്തുൽ ഖത്അ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ഭാഗം നളഉ അലാമത്ത സ്വഹീഹ അലൽ മുനാസിബി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഏതാണോ ശരി അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത്. ഒന്നാമത്തത് ജുനൈദുൻ വ നബീലുൻ. അപ്പോൾ ജുനൈദുൻ വ നബീലുൻ. അപ്പോൾ തഖ്റുജു ഖറജ ഖറജ. അപ്പോൾ അവിടെ നമ്മൾ എഴുതാനുള്ളത് ഏതാണ്? ഖറജ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് വഖഫ് ലാസിമിൻ്റെ അടയാളം ഏതാണ്? ഒന്നാമത്തത് ത്വ, ഖാഫ്, മീം. അപ്പോൾ അവിടെ മീം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെയാണ് ശരി അടയാളപ്പെടുത്തുന്നത്. അതാണ് വഖഫ് ലാസിമിൻ്റെ അടയാളം. ഇനി മൂന്നാമത്തത് ജുമാനത്തുൻ വ നബീലത്തുൻ, ജുമാനത്തുൻ വ ലബീബത്തുൻ. അപ്പോൾ അവിടെ ഖറഅതി, ഖറഅത, ഖറഅതു. അപ്പോൾ അവിടെ രണ്ടാളാണ്, അതുകൊണ്ട് ഖറഅത എന്നാണ് പറയുക. അപ്പോൾ അത് അവിടെ ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് ലമ്മിനെ സൂചിപ്പിച്ചു ചുണ്ട് കൂട്ടൽ, അതെന്താണ്? ഇഷ്മാം, ഇമാലത്ത്, ഇത്തുബാഖ്. അപ്പോൾ അവിടെ ഇഷ്മാം എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് യാ അയ്യുഹൽ ബനാത്തു ഹൽ സ്വല്ലൈത്തും സ്വല്ലൈത്തു സ്വല്ലൈത്തുന്ന. അപ്പോൾ അവിടെ പെൺകുട്ടികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സ്വല്ലൈത്തുന്ന എന്നുള്ളതാണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ഭാഗം നക്തുബുൽ മുസന്ന വൽ ജംഅ വൽ മുഫറദൽ മുത്തകല്ലിമ. അപ്പോൾ അവിടെ 2 വാക്കുകൾ, 2 ഫിഅലുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ മുസന്നയും ജംഉം മുഫ്രദുൽ മുത്തകല്ലിമും എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ ആ വാക്ക് നോക്കാം. ദഹബ. അപ്പോൾ ദഹബ എന്നുള്ളതിൻ്റെ മുസന്ന എന്താണ്? ദഹബ. ജംഉ ദഹബു. മുഫ്രദുൽ മുത്തകല്ലിം ദഹബ്തു. രണ്ടാമത്തത് തൽഅബീന. അപ്പോൾ അതിൻ്റെ മുസന്ന തൽഅബാനി. ജംഉ തൽഅബ്ന. മുഫ്രദു മുത്തകല്ലിം അൽഅബു. ഇനി നാലാമത്തെ ഭാഗം വഖഫിന്റെ അടയാളങ്ങൾ എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് വഖഫുൽ ഔല. അപ്പോൾ അത് ഏതാണ്? ഖീല അല്ലെ, ഖാഫും ലാമും വരുന്ന അടയാളമാണ്. രണ്ടാമത്തതോ വഖഫ് ജായിസ്, അതിൻ്റെ എന്താണ്? ജീമാണ്. വഖഫ് മുത്ലഖ് എന്താണ്? ത്വാ. അൽ വസുൽ ഔല എന്താണ്? സുല അല്ലെ, സ്വാദ് പിന്നെ ഒരു ലാം. ഇനി വഖഫ് മുജവ്വസ് ഇതാണ് സായ്. ഇനി അവസാനത്ത് ലാ തഖിഫ് എന്താണ്? ലാം. അപ്പോൾ ഇതാണ് വഖഫിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അടയാളങ്ങൾ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യം നുജീബു എന്നുള്ളതാണ്. ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം ഖറജു, കാനു, സഅലു, അയ്യു അഫ്ആലിൻ ഹാദിഹി. അപ്പോൾ ഇതൊക്കെ ഏത് ഫീലുകളാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം കുല്ലുഹ അഫ്ആലുൻ മാദിയ. അപ്പോൾ എല്ലാം എന്താണ്? മാദിയായിട്ടുള്ള ഫീലുകളാണ്. ലി ജംഇൽ മുദക്കർ. അപ്പോൾ ജംഇ മുദക്കറിൽ വന്ന മാദിയായിട്ടുള്ള ഫീലുകളാണ് ഇത് മുഴുവൻ. രണ്ടാമത്തെ ചോദ്യം തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം 4 തവണ ചൊല്ലേണ്ടുന്ന ദിക്ർ ഏത്?
ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി ആറാമത്തെ ഭാഗമാണ് നുറത്തിബു. അപ്പൊ തർത്തീബാക്കിയിട്ട് എഴുതാനാണ്. അപ്പൊ അവിടെ മുഴുവൻ തർത്തീബ് തെറ്റിച്ചിട്ടാണ് നൽകിയത്, ഓർഡർ തെറ്റിച്ചിട്ടാണ് നൽകിയത്. ഓർഡറിൽ എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഫിൽ ഖുർആനി അൽ ബററത്തി അൽ കിറാമി മഅ സഫറത്തി അൽ മാഹിറു. അപ്പൊ അത് പൂർത്തിയാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ എന്ന് വരും. രണ്ടാമത്തത് കതബ്തി കതബ്തുന്ന കതബ്തു കതബ്തുമാ കതബ്ന. അപ്പൊ അവിടെ അത് യോജിപ്പിച്ച് എഴുതുമ്പോൾ, പൂരിപ്പിച്ച് എഴുതുമ്പോൾ, അത് ക്രമമാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? കതബ്തി കതബ്തുമാ കതബ്തുന്ന കതബ്തു കതബ്ന എന്ന് വരും. ഇനി ഏഴാമത്തെ ഭാഗം നുസരിഫു എന്നുള്ളതാണ്. സറഫാക്കിയിട്ടാണ് എഴുതാനുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു നോക്കാം. യുഅല്ലിമു എന്നുള്ളതും തുഅല്ലിമു എന്നുള്ളതുമാണ് സറഫാക്കിയിട്ട് എഴുതാനുള്ളത്. അപ്പൊ അത് നമുക്ക് നോക്കാം. യുഅല്ലിമു യുഅല്ലിമാനി യുഅല്ലിമൂന, തുഅല്ലിമു തുഅല്ലിമാനി യുഅല്ലിംന, തുഅല്ലിമു തുഅല്ലിമാനി തുഅല്ലിമൂന, തുഅല്ലിമീന തുഅല്ലിമാനി തുഅല്ലിംന എന്ന് വരും. ഇനി എട്ടാമത്തെ ഭാഗം നുബയ്യിനു. അത് നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തത്, കൂഫയിലേക്ക് കൊടുത്തയച്ച മുസ്ഹഫിന്റെ കൂടെ അയക്കപ്പെട്ട ഇമാം ആരാണ്? ഉത്തരം അബു അബ്ദുറഹ്മാൻ സലമി. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇനി മൂന്നാമത്തത്, മാദാ കാന ഇസ്മുൽ മദീനത്തി ഖബ്ലൽ ഹിജ്റ. ഹിജ്റയുടെ മുന്നേ മദീനയുടെ പേരെന്തായിരുന്നു? യസ്രിബ്. യസ്രിബ് എന്നായിരുന്നു മദീനയുടെ, ഹിജ്റക്ക് മുന്നേ ഉള്ള മദീനയുടെ പേര്. ഇനി ഒൻപതാമത്തെ ഭാഗം നുഅരിബു, അറബിയിലാക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ശാന്തരാവുകയും ചെയ്യുക. അപ്പൊ അതിന്റെ അറബി എങ്ങനെ വരും? വ ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വ അൻസിതു എന്ന് വരും. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 10 വർഷം ജീവിച്ചു. അറബി ആഷ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. ഇനി പത്താമത്തത് നുകമ്മിലു, പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത്, വല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ല സുന്നത്താണ്. ഇപ്പോൾ ലുഹ എന്നുള്ളതും സൂറത്തുകളുടെ അവസാനം തക്ബീർ എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത്, അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യഖ്ദുമു ഇലൽ മദീന. അപ്പൊ കാനു എന്നുള്ളതും ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതും യഖ്ദുമു എന്നുള്ളതുമാണ് അവിടെ എഴുതി ചേർക്കാനുള്ളത്. അപ്പൊ അതൊക്കെ എഴുതി ചേർത്തിട്ട് അത് പൂർത്തിയാക്കിയിട്ടാണ് എഴുതിയത്. 11ാമത്തത് നക്തുബുൽ മഅന. അപ്പൊ അവിടെ കൊടുത്തതിന്റെ അർത്ഥം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അയക്കൊള അർത്ഥം എന്താണ്? ഉണർത്തി. മുസ്തമിഉൻ അർത്ഥം എന്താണ്? ശ്രദ്ധിച്ചു കേൾക്കുന്നവൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.